ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ടുകൾ പരിശോധിക്കുകയും അവ പ്രോട്ടിയസ് സോഫ്റ്റ്വെയറിൽ പ്രയോഗിക്കുകയും ചെയ്യും. ട്രയാക്ക് കൺട്രോളും യൂസർ ഇൻപുട്ടും സിമുലേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ലൈറ്റുകൾക്കായി ക്രമീകരിക്കാവുന്ന തെളിച്ചം വിർച്വലായി റിപ്ലിക്കേറ്റ് ചെയ്യുകയും സർക്യൂട്ട് ഡിസൈനും റെസ്റ്റിങ്ങും സുഗമമാക്കുകയും ചെയ്യുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ട് നിർമ്മിക്കുക. ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ട് ഒരു വിളക്കിന്റെ തെളിച്ചം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ട്. സാധാരണയായി ഇലക്ട്രോണിക് കോമ്പോണന്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ മങ്ങിയ LED വിളക്കാണിത്. ഇതിന് പിന്നിലെ അടിസ്ഥാന പ്രവർത്തന തത്വം നോക്കാം. ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മേഴ്സിന്റെ പിന്നിലെ അടിസ്ഥാന തത്വം വിളക്കിലേക്ക് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ അളവ് നിയന്ത്രിക്കുകയും അതുവഴി അതിന്റെ തെളിച്ചം മാറ്റുകയും ചെയ്യുക എന്നതാണ്. യൂസർ ഇൻപുട്ടിന് പ്രതീകമായി ട്രയാക്ക് പോലുള്ള സ്വിച്ചിംഗ് ഉപകരണത്തിന്റെ കണക്ഷൻ ആംഗിൾ ക്രമീകരിക്കുന്നതിലൂടെയാണ് ഇത് സാധാരണയായി നേടുന്നത്. ഒരു ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രധാന കോമ്പോണന്റുകൾ നമുക്ക് പരിശോധിക്കാം. ട്രിയാക്ക്, ഉദാഹരണത്തിന് BT136. ഡയാക്ക്, ഉദാഹരണത്തിന് DB3. ഇൻഡക്ടർ, റിയോസ്റ്റാറ്റ് പൊട്ടൻഷ്യോമീറ്റർ. റെസിസ്റ്റർ, കപ്പാസിറ്റർ. ഈ കോമ്പോണന്റുകൾ ഓരോന്നും വിശദമായി നോക്കാം. ട്രിയാക്ക് ഒരു സെമി കണ്ടക്ടർ ഉപകരണമാണ്. അതൊരു ബയോഡയറക്ഷണൽ സ്വിച്ചായി വർത്തിക്കുന്നു. ട്രിഗർ ചെയ്യുമ്പോൾ രണ്ട് ദിശകളിലേക്കും കറന്റ് വഹിക്കാൻ കഴിയും. ഇതിൽ 3 ടെർമിനലുകൾ അടങ്ങിയിരിക്കുന്നു. പ്രധാന ടെർമിനൽ 1 MT1, പ്രധാന ടെർമിനൽ 2 MT2, ഒരു ഗേറ്റ് G. ഒരു ഗേറ്റ് കറന്റ് പ്രയോഗിച്ചുകൊണ്ട് ട്രിയാക്ക് കണ്ടക്ഷനിലേക്ക് നയിക്കാനാകും. സാധാരണയായി വോൾട്ടേജ് സോഴ്സിന്റെ പൾസിലൂടെയാണ് ഇത്. ലാമ്പ് ഡിമ്മറുകൾ, മോട്ടോർ സ്പീഡ് കൺട്രോൾ, AC പവർ സ്വിച്ചുകൾ തുടങ്ങിയ AC പവർ കൺട്രോൾ ആപ്ലിക്കേഷനുകളിൽ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഡയാക്സിനുള്ള ട്രിഗർ ഉപകരണമായി സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ബയോഡയറക്ഷണൽ സെമി കണ്ടക്ടർ ഉപകരണമാണ് ഡയാക്ക്. ഇതിന് 2 ടെർമിനലുകൾ ഉണ്ട്. ഒരു നിശ്ചിത വോൾട്ടേജ് ത്രെഷോൾഡ് എത്തുമ്പോൾ കണ്ടക്ട് ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ട്രിയാക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിനാവശ്യമായ വോൾട്ടേജ് നൽകുന്ന ഒരു ട്രിഗറിംഗ് നെറ്റ്വർക്ക് രൂപീകരിക്കുന്നതിന് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററുമായി സംയോജിച്ച് ഡയാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നു. ഇൻഡക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കറന്റ് പ്രവഹിക്കുമ്പോൾ അതിൽ എനർജി സംഭരിക്കുന്ന നിഷ്ക്രിയമായ ഇലക്ട്രോണിക് കോമ്പോണന്റാണ് ഇൻഡക്ടർ. ലാമ്പ് ഡിമ്മർ സർക്യൂട്ടുകളിൽ വിളക്കിന് കുറുകെയുള്ള വോൾട്ടേജ് സുഗമമാക്കുന്നതിനും ഫ്ലിക്കർ കുറയ്ക്കുന്നതിനും പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഒരു ഇൻഡക്ടർ പലപ്പോഴും ഉപയോഗിക്കുന്നു. AC പവർ സോഴ്സിലെ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുന്നതിലൂടെ വിളക്കിന് കൂടുതൽ സ്ഥിരതയുള്ള വോൾട്ടേജ് സപ്ലൈ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ, വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ എന്നും അറിയപ്പെടുന്ന ഒരു റിയോസ്റ്റാറ്റ് സ്ലൈഡിംഗ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് കോൺടാക്ട് ഉള്ള 3 ടെർമിനൽ റെസിസ്റ്റർ ആണ്. ഒരു സർക്യൂട്ടിലെ നിലവിലെ പ്രവാഹം അതിന്റെ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തി നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ലാമ്പ് ഡിമ്മർ സർക്യൂട്ടുകളിൽ വിളക്കിലൂടെ ഒഴുകുന്ന കറന്റിന്റെ അളവ് ക്രമീകരിക്കുന്നതിന് ഒരു റിയോസ്റ്റാറ്റ് സാധാരണയായി ട്രിയാക്കുമായി സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതുവഴി അതിന്റെ തെളിച്ചം നിയന്ത്രിക്കുന്നു. റെസിസ്റ്റർ കറന്റിനെ എതിർക്കുന്ന 2 നിഷ്ക്രിയ ടെർമിനൽ ഇലക്ട്രിക്കൽ കോമ്പോണന്റാണ് റെസിസ്റ്റർ. ലാമ്പ് ഡിമ്മർ സർക്യൂട്ടുകളിൽ ഡയാക്കിലൂടെ ഒഴുകുന്ന കറന്റ് പരിമിതപ്പെടുത്താനും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും ഒരു റെസിസ്റ്റർ പലപ്പോഴും ഉപയോഗിക്കുന്നു. ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാനും അമിതമായ കറന്റ് ഫ്ലോ തടയാനും ഇത് സാധാരണയായി ഡയാക്കുമായി സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. കപ്പാസിറ്റർ ഒരു കപ്പാസിറ്റർ ഒരു നിഷ്ക്രിയ ടെർമിനൽ ഇലക്ട്രിക്കൽ കമ്പോണന്റാണ്. അത് അതിന്റെ ടെർമിനലുകളിൽ വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ എനർജി സംഭരിക്കുന്നു. ലാമ്പ് ഡിമ്മർ സർക്യൂട്ടുകളിൽ നോയ്സ് ഫിൽട്ടറിംഗ് ആവശ്യങ്ങൾക്കായി ഒരു കപ്പാസിറ്റർ ഓപ്ഷണലായി ഉപയോഗിക്കാം. സർക്യൂട്ടിന്റെ വോൾട്ടേജിലെ ഫ്ലക്ച്വേഷൻ സുഗമമാക്കാനും ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ EMI കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അടുത്തതായി ഒരു ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ടിന്റെ പ്രവർത്തനം മനസ്സിലാക്കാം. AC പവർ പ്രയോഗിക്കുമ്പോൾ വോൾട്ടേജ് ട്രിയാക്ക് വഴി കടന്നുപോകുന്നു. അതൊരു സ്വിച്ചായി പ്രവർത്തിക്കുന്നു. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഉപയോഗിച്ച് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡയാക്ക് അതിലെ വോൾട്ടേജ് ഒരു നിശ്ചിത പരിധിയിലെത്തുമ്പോൾ ട്രിയാക്കിന് ട്രിഗറിംഗ് സിഗ്നൽ നൽകുന്നു. പിന്നീട് ട്രിയാക്ക് കണ്ടക്ട് ചെയ്യുന്നു. വിളക്കിലൂടെ കറന്റ് പ്രവഹിക്കാൻ അനുവദിക്കുന്നു. വിളക്കിനുടനീളമുള്ള വോൾട്ടേജ് സുഗമമാക്കുന്നതിനും ഫ്ലിക്കർ കുറയ്ക്കുന്നതിനും പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഇൻഡക്ടർ സഹായിക്കുന്നു. ട്രിയാക്കുമായി സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന റിയോസ്റ്റാറ്റ് റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തി വിളക്കിന്റെ തെളിച്ചം ക്രമീകരിക്കാൻ യൂസറെ അനുവദിക്കുന്നു.
റിയോസ്റ്റാറ്റ് ക്രമീകരിക്കുന്നതിലൂടെ വിളക്കിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് മാറുന്നു. അതുവഴി അതിന്റെ തെളിച്ചം ക്രമീകരിക്കുന്നു. അടുത്തതായി ഇലക്ട്രോണിക്സ് ലാമ്പ് ഡിമ്മർ സർക്യൂട്ട് നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും എക്യുപ്മെന്റുകളും നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ഉപകരണങ്ങളും എക്യുപ്മെന്റുകളും ആവശ്യമാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത സിമുലേഷൻ സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ട് നിർമ്മിക്കാം. ആദ്യം PC-യിൽ നിന്ന് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിമുലേഷന്റെ സോഫ്റ്റ്വെയർ തുറക്കുക. ആപ്ലിക്കേഷൻ തുറക്കുന്നതിന് മുൻപ് എല്ലാ ലൈബ്രറികളും ആക്സസ് ചെയ്യുന്നതിനായി അഡ്മിനിസ്ട്രേറ്റർ ആയി റൺ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം നിർമ്മിക്കാൻ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റിന് പേര് നൽകുക. ഇവിടെ അത് ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മറായി സേവ് ചെയ്തിരിക്കുന്നു. തുടരാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു സ്കീമാറ്റിക് സെലക്ട് ചെയ്ത് ഡിഫോൾട്ട് മോഡിൽ തുടരുക. തുടരാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലേഔട്ടുകളും സെലക്ട് ചെയ്ത ശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. എല്ലാ കോമ്പോണന്റുകളും സ്ഥാപിക്കുന്നതിന് മുൻപ് സർക്യൂട്ട് ഡയഗ്രം കാണുക. ഇപ്പോൾ നമുക്ക് ഓരോ കോമ്പോണന്റ്സും സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് സ്കീമാറ്റിക്കിൽ സ്ഥാപിക്കാം. ഓരോ കോമ്പോണന്റ്സും സ്ഥാപിക്കുന്നതിന് കീബോർഡ് ഷോർട്ട്കട്ടായി P ക്ലിക്ക് ചെയ്യുക. കോമ്പോണന്റ്സ് ടൈപ്പ് ചെയ്യുക. ഇതിൽ ഉൾപ്പെടുന്നവ: റെസിസ്റ്ററുകൾ. OK ക്ലിക്ക് ചെയ്യുക. മുൻപത്തെ ഘടകം സ്ഥാപിക്കാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കപ്പാസിറ്ററുകൾ. ശരി ക്ലിക്ക് ചെയ്യുക. മുൻപത്തെ കോമ്പോണന്റ് സ്ഥാപിക്കാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലാമ്പ്. OK ക്ലിക്ക് ചെയ്യുക. വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ. OK ക്ലിക്ക് ചെയ്യുക. വോൾട്ടേജ് സോഴ്സ്. ലൈബ്രറിയിൽ ഡിസൈൻ ചെയ്ത് തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. ഇൻഡക്ടർ. OK ക്ലിക്ക് ചെയ്യുക. ഡയാക്. OK ക്ലിക്ക് ചെയ്യുക. ട്രയാക്. OK ക്ലിക്ക് ചെയ്യുക. സ്വിച്ച്. OK ക്ലിക്ക് ചെയ്യുക. ഫ്യൂസ്. OK ക്ലിക്ക് ചെയ്യുക. സ്കീമാറ്റിക്കിൽ ഓരോ കോമ്പോണന്റും അലൈൻ ചെയ്യുക. ഇപ്പോൾ ഓരോ കോമ്പോണന്റും സ്ഥാപിച്ച ശേഷം നമുക്ക് സർക്യൂട്ട് വയർ ആപ്പ് ചെയ്യാം. വയറിംഗ് ആരംഭിക്കാൻ കോമ്പോണന്റിന് സമീപം കർസർ സ്ഥാപിക്കുക. ഇപ്പോൾ ഓരോ കോമ്പോണന്റിനും വാല്യൂസ് നൽകുന്നതിന് ആദ്യം കോമ്പോണന്റുകൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് വാല്യൂസ് അസൈൻ ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം Ctrl+E അമർത്തുക. എല്ലാ കോമ്പോണന്റുകൾക്കും ഒരേ പ്രക്രിയ ആവർത്തിക്കുക. ഓരോ കോമ്പോണന്റിന്റെയും വാല്യൂ ഇനി പറയുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. R1 = 10 കിലോ ഓംസ്. OK ക്ലിക്ക് ചെയ്യുക. R2 = 180 ഓംസ്.
തുടർന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. R3 is equal to 470 kilo ohms. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇൻഡക്ടർ L2 is equal to 1 മില്ലി ഹെൻറി. ഓക്കെ ക്ലിക്ക് ചെയ്യുക. കപ്പാസിറ്ററുകൾ C1 is equal to 0.1 മൈക്രോഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. C2 is equal to 0.1 മൈക്രോഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. C3 is equal to 0.1 മൈക്രോഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. C4 is equal to 1 മൈക്രോഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. വേരിയബിൾ റെസിസ്റ്റർ is equal to 250 കിലോ ഓം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഫ്യൂസ് is equal to 1 ആംപിയർ. അറ്റാച്ച് ഹൈറാർക്കി മോഡ്യൂളിന്റെ ഡയലോഗ് ബോക്സിൽ ടിക്ക് ചെയ്യാൻ ഓർമ്മിക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് വോൾട്ടേജ് സ്പെസിഫിക്കേഷനുകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. എല്ലാം മറയ്ക്കുക എന്നതിൽ നിന്ന് എല്ലാം കാണിക്കുക എന്നതിലേക്ക് മാറ്റുക. DC ഓഫ്സെറ്റ് 0 വോൾട്ടായി സെറ്റ് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് 230 വോൾട്ടും 50 ഹെർട്സുമായി സെറ്റ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കണക്ഷനുകളും ശരിയായി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ടെസ്റ്റ് ചെയ്യാനായി താഴെ ഇടതുവശത്തുള്ള പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്വിച്ച് അടച്ച് ഞങ്ങൾ റിയോസ്റ്റാറ്റ് ക്രമീകരിക്കുമ്പോൾ വിളക്കിന്റെ തെളിച്ചം നിരീക്ഷിക്കുക. റെസിസ്റ്റൻസ് വാല്യൂ വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾ റിയോസ്റ്റാറ്റ് പാരലലായി കണക്ട് ചെയ്യുമ്പോൾ ലാമ്പ് കൂടുതൽ തെളിച്ചമുള്ളതായി തീരും. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ലാമ്പ് ഡിമ്മർ സർക്യൂട്ട് നിർമ്മിക്കാൻ. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.